بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്രു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അദ്ദാഇ ഇലാ റിദ്വാനി. അമ്മാ ബഅദ് ഫഇന്ന അഹ്സനൽ ഹദീഥി കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. അന്ന സഹോദരന്മാരെ, സദസ്യരെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും എല്ലാം ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, മറ്റു അതിഥികളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ ഞാനടക്കമുള്ള നാം ഓരോരുത്തരും സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. കേൾക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹ് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കേൾക്കുമ്പോൾ അതിൽ അല്ലാഹ് ഇറക്കിയ നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഇറക്കിയതായ ആ ഭാഗങ്ങളെ നാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേ ഇരിക്കുന്നവർ എന്ന ആ അള്ളാഹു വിശേഷിപ്പിച്ച ഇനത്തിൽപ്പെടുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഭൂമിയിൽ, പുണ്യഭൂമിയിൽ, മദീനയിൽ, മക്കയിൽ താമസിക്കുന്നവർ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരിലുണ്ടെങ്കിൽ അവരോരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഭൂമിയുടെ പവിത്രത. ഈ ഭൂമിയിൽ മറ്റു ഭൂമിയിൽ ചെയ്യും പോലെയല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ എന്നതുപോലെ തന്നെ മറ്റുള്ള ഭൂമിയിൽ ചെയ്യും പോലെയല്ല തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നതുകൊണ്ട് തന്നെ വളരെ വളരെ കൂടുതൽ ഞാൻ സാധാരണ പറയാറുണ്ട്, നാം സൽക്കർമ്മങ്ങൾ, സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും തെറ്റുകൾ അരുത്, തീരെ അരുത്, പ്രത്യേകിച്ച് പുണ്യഭൂമിയിൽ എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം തെറ്റുകൾ ഇന്ന് മദീന ഇമാമ് പ്രയാസപ്പെട്ട് പറഞ്ഞ വിഷയം പോലെ തെറ്റുകൾ യഥാർത്ഥത്തിൽ മഹാഭാരമായി തോന്നും എപ്പോൾ നമുക്ക് അള്ളാഹ് പുറത്തു തന്നിട്ടില്ലെങ്കിൽ. പരലോകത്തിൽ എത്തുമ്പോൾ നാം
അള്ളാഹു പുറത്തു തരാത്ത ഇനത്തിലാണ് പെട്ടതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് മാഫി ചെയ്യും, ഇഷ്ടമുള്ളവർക്ക് മാഫി ചെയ്യാതിരിക്കും. അള്ളാഹുവിന് തോന്നിയതുപോലെ, അള്ളാഹുവിന് ഇഷ്ടം പോലെ നമുക്കതിൽ തീരുമാനിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നതല്ല അള്ളാഹിന്റെ തീരുമാനത്തിന്റെ ശേഷമല്ലാതെ. അങ്ങനെ അള്ളാഹു നമുക്ക് മുൻകൂട്ടി തന്നെ വാണിംഗ് നൽകിയത് കൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് പുറത്തു കൊടുക്കുക, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുകയും ഇല്ല. എന്നിരിക്കവേ നാം അള്ളാഹു ഏത് ഇനത്തിലാണ് നമ്മെപ്പെടുത്തിയിട്ടുള്ളത് എന്നത് എനിക്ക് പറയാൻ പറ്റൂല, നിനക്ക് പറയാൻ പറ്റൂല, അവന് പറയൂല, അവന് പറ്റൂല, അവൾക്ക് പറ്റൂല, അവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും മദീന ഇമാമ് ഊന്നിപ്പറഞ്ഞതുപോലെ തൗബയിലേക്ക് മടങ്ങണം, അള്ളാഹുലേക്ക് മടങ്ങണം. ഏത് സന്ദർഭത്തിലും അവനവന്റെ കാര്യം, ഇത് സ്വേച്ഛാധിപത്യം എന്ന് പറയും പോലെ ഓരോരുത്തരും പരലോക മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? അവനെ രക്ഷിക്കുക എന്നതാണ്. എന്തുകൊണ്ട്? അവിടെ എല്ലാവരും അവനെ രക്ഷിക്കാനാണ് ശ്രദ്ധിക്കുക. അവന്റെ ഉമ്മയെ വിട്ടോടും, വാപ്പയെ വിട്ടോടും, മക്കളെ വിട്ടോടും, ഭാര്യയെ വിട്ടോടും, അവന്റെ ജ്യേഷ്ഠൻ അനുജനെ വിട്ടോടും, എല്ലാരെയും വിട്ടോടുമെന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്, പലതവണ പറഞ്ഞതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. അങ്ങനെയുള്ള കാലം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സഅദ് ഇബ്നു ഹൈസമ റളിയല്ലാഹു തആല അൻഹു, ഇവിടെ അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം. ഹൈസാം റോട്ടിൽ കൂടി ഇറങ്ങി താഴെ ഇറങ്ങിയാൽ അവിടെ മുസ്തശ്ഫൽ വത്നി എന്ന ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് നോക്കുക, വലിയ ബോർഡിൽ സഅദ് ഇബ്നു അബീ ഹൈസമയുടെ റോഡ് എന്ന് എഴുതി വെച്ചതായിട്ട് കാണാം. അവരും അവരുടെ വാപ്പയും മകനും വാപ്പയും കൂടി മല്ലിട്ട കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാജിമാരോട് ഉംറക്കാരോട് പറയാറുണ്ട്, മദീനയിൽ താമസിച്ചിട്ട് അത്രയും കാര്യം അറിയാതെ പോവുക എന്നത് നഷ്ടമാണ്, നാശമാണ്, അപകടമാണ്. ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഊന്നിപ്പറയാറുണ്ട്, ഇവിടെ ജീവിച്ച നേതാക്കളുടെ ഹിസ്റ്ററി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹിന്റെ മാർഗം തുറന്നു കിട്ടും, അള്ളാഹുവിന്റെ സ്വർഗം തുറന്നു കിട്ടും, അതിനുള്ള ചാൻസ് നമുക്ക് ലഭിക്കും എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവിച്ചത്. നിരക്കിട്ട് നോക്കി, വാപ്പക്കും പോണം ബദറിലേക്ക്, മകനും പോണം ബദറിലേക്ക്. നിരക്ക് വന്നത് മകനാണ്. അപ്പോൾ വാപ്പ ചോദിച്ചു, മകനെ ഞാൻ വലിയ മനുഷ്യനല്ലേ, എനിക്ക് വേണ്ടി വിട്ടു തന്നൂടെ? ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, ഇത് പരലോകമോക്ഷത്തിന്റെ കാര്യമാണ്. എനിക്ക് അള്ളാഹു നിരക്ക് എന്റെ പേരാണ് അള്ളാഹു ഇപ്പോൾ പ്രകടമാക്കിയത്, ഇപ്പോൾ വ്യക്തമാക്കിയത്, ഇപ്പോൾ വന്നത് എന്റെ പേരാണ്. അപ്പോൾ എനിക്ക് ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി എന്ന് മനസ്സിലാക്കാം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ചാൻസ് ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്, അത് നിങ്ങൾ അപ്പോൾ നേടിക്കോളി എന്ന് മകന് പറഞ്ഞുകൊണ്ട് മകൻ പോയി. മകൻ ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ആ മൂലാധാരമാകുന്ന തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം മുസ്ലിം ലോകം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് നടത്തിയതായ ആ മഹാപോരാട്ടത്തിൽ അദ്ദേഹം പോരാടി ഇഹലോകവാസം വെടിഞ്ഞു, സ്വർഗത്തിലേക്ക് ഓടിച്ചെന്നു. പിന്നെ പിറ്റേത്തെ വർഷമല്ല, അതിനും പിറ്റേത്തെ വർഷം ഇക്കാണുന്ന ഉഹദിന്റെ താഴെ പോർക്കളത്തിൽ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ പണ്ട് തന്നെ ഞാൻ യുദ്ധത്തിലേക്ക് പോകാൻ ഉദ്ദേശിച്ചതായിരുന്നു, നിനക്ക് വേണ്ടി അള്ളാഹുവേ, നിനക്ക് വേണ്ടി പോരാടാൻ, ശരീരത്തെ ആഹുതി ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ ബദറിൽ ചാൻസ് കിട്ടിയില്ല. അതുകൊണ്ട് ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ പോയിട്ട് അവിടെയും അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ ആഹുതി ചെയ്യാൻ മടിച്ചില്ല. പറഞ്ഞു വരുന്നത് ഇങ്ങനെ പരലോക മോക്ഷത്തിന്റെ കാര്യമാകുമ്പോൾ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക. സ്വന്തം കാര്യം ശ്രദ്ധിക്കുമ്പോഴോ നീ നിന്റെ സ്വന്തം കാര്യം പരലോകത്തിൽ ക്ലിയർ ആക്കണമെങ്കിൽ ഭാര്യയെ സംരക്ഷിക്കണം, മക്കളെ സംരക്ഷിക്കണം, ഉമ്മയെ സംരക്ഷിക്കണം, ബാപ്പയെ സംരക്ഷിക്കണം, കുടുംബത്തെ സംരക്ഷിക്കണം. നിന്റെ ഉത്തരവാദിത്തങ്ങൾ ആ സകലം നീ നിറവേറ്റണം. അപ്പോൾ നീ ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന വേളയിൽ നിന്റെ ഉദ്ദേശം എന്താണ്? നിന്നെ നീ കൈച്ചലാക്കലാണ്, നിന്നെ നീ രക്ഷപ്പെടുത്തലാണ്, നിന്നെ സ്വർഗവാസിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇത് യഥാർത്ഥത്തിൽ മുഖവര മാത്രമാണ് സംസാരത്തിന്റെ. അതിനിടക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മദീന ഇമാം ഡോക്ടർ സലാഹൽ ബുദൈർ ഇവിടുത്തെ ഖാദിമാരിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഖുതുബയാണ് ഇന്ന് പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും മെമ്പറിന്റെ മീതെ വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചത്. മക്കയിൽ ഡോക്ടർ സാലിഹ് ഇബ്നു ഹമീദ് ചർച്ച ചെയ്തതായ സബ്ജക്റ്റ് സാന്ദർഭോചിതമായി പറയാൻ പറ്റുന്നതാണെങ്കിലും ഞാൻ എൻ്റെ ശൈലിയിൽ പലപ്പോഴും പറയാറുള്ളത് പോലെ കേരളീയരെ ബാധിക്കുന്ന ഭാഗങ്ങൾ അതിൽ നിന്നിട്ട് തുറിച്ച് കാണുന്നതിനെ സൈഡിലാക്കി നമുക്ക് ചർച്ചക്കെടുക്കാം. യഥാർത്ഥത്തിൽ നടന്നതായ പോരാട്ടത്തെക്കുറിച്ച് സൂചന നൽകി നമുക്കറിയാവുന്നതുപോലെ
യുദ്ധം ചെയ്യാൻ പറ്റാത്തതായ മാസം വന്നപ്പോൾ സൗദി ഗവൺമെൻറ് ആരംഭിച്ചതായ പോരാട്ടമായതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ പറ്റാത്ത മാസത്തിൽ അവർ മൗനം ദീക്ഷിച്ചു, അവിടെ സ്റ്റോപ്പാക്കി. പിന്നെ അവർ വീണ്ടും ഹൂസികൾ ആരംഭിച്ചപ്പോൾ അവർ എന്നാൽ വിട്ടുകൊടുക്കാൻ പറ്റൂല, അള്ളാഹിൻ്റെ കൽപ്പനയാണ്, ഫമൻ അഅ്തദ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും. നിങ്ങളോട് കഅബത്തിൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് തന്നെ പരാക്രമം അവരെ അഴിച്ചുവിടുമ്പോൾ നിങ്ങൾ ഏത് മാസമാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പകരം വീട്ടിക്കോളീൻ എന്ന അള്ളാഹിൻ്റെ ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചിട്ട് നമ്മുടെ പ്രതാപത്തെ അല്ലെങ്കിൽ നമ്മുടെ ചിഹ്നമാകുന്ന അള്ളാഹു മുഹറമാത്തുകളാക്കി മാറ്റിയതായ, ശ്രദ്ധയിലില്ലല്ലേ, ഇതേത് മാസമാണ്? റജബേ. എന്താ റജബ് എന്ന് പറഞ്ഞാൽ? റജബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയതായ മാസമാണ്. അല്ലാഹ് ഖുർആനിൽ വിശദീകരിച്ചതായ 4 മാസമുണ്ട്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ 4 ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും ഖാതിലുൽ മുശ്രികീന കാഫ കമാ യുഖാതിലൂനകും കാഫ. അല്ലാഹ് ആകാശഭൂമിയെ സൃഷ്ടിച്ചേടം മുതൽക്ക് തന്നെ ഈ ഭൂമിയിൽ എന്തുണ്ട്? 12 മാസമാണ് ഒരു വർഷത്തിനെന്ന് അല്ലാഹുവിന് തീരുമാനമുണ്ട്. എന്തേ? ആകാശഭൂമിയെ സൃഷ്ടിച്ചപ്പോഴാണ് ഇവിടെ സൂര്യചന്ദ്രൻ ഉണ്ടായത്. സൂര്യചന്ദ്രനിലൂടെയാണ് മാസങ്ങൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയ സന്ദർഭം അതാണ് റബ്ബ് വിശദീകരിക്കുന്നു. ആകാശഭൂമി യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയെ സൃഷ്ടിച്ചേടം മുതൽക്ക് തന്നെ ആ ദിവസത്തിൽ തന്നെ അല്ലാഹുവിന്റെ തീരുമാനമാണ് ഒരു വർഷത്തിന് 12 മാസമാണ് എന്നത്. ഈ 12 മാസം എല്ലാ മാസവും തുല്യതയുള്ളതല്ല, എല്ലാ മാസവും ഒരുപോലെയല്ല. 4 മാസം അള്ളാഹ് ബഹുമാനിച്ച മാസമാണ്, ആദരിച്ച മാസമാണ്. ആ മാസങ്ങളെക്കുറിച്ച് നമ്മുടെ റസൂല് വിശദീകരിച്ച് തന്നതാണ്. ഈ ആയത്തിന്റെ വിശദീകരണം പറയുമ്പോൾ പലപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുമ്പോൾ പറയാറുണ്ട്, ചേകനൂരന്മാരെ പോലത്തെ ഹദീസ് നിഷേധികളായി ഇസ്ലാമിൽ നിന്നിട്ട് കയറ്റോട്ടായി പോയതായ മുർത്തത്തുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിന് അർത്ഥം വെക്കാൻ സാധിക്കുന്നതല്ല. കാരണം 4 മാസം എന്നല്ല പറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആനിൽ മറുപടിയില്ല. അതിന് മറുപടി ആരാണ് നൽകിയത്? ഹദീസാണ് നൽകിയത്. അപ്പോൾ ഹദീസ് അംഗീകരിക്കാതെ, റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ, റസൂലുള്ളാഹ് പറഞ്ഞ ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനത്തെ അംഗീകരിക്കാതെ നമുക്ക് സത്യത്തിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, ഖുർആന്റെ വിശദീകരണത്തിലേക്ക് എത്താൻ സാധിക്കുക തന്നെ ഇല്ല. അപ്പോൾ 4 മാസം ഏതാണെന്ന് അല്ലാഹു പഠിപ്പിച്ചു. അതേതൊക്കെയാണ്? ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, റജബ് വ്യക്തമാക്കി പറഞ്ഞു റസൂല്. അപ്പോൾ അങ്ങനൊരു മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിർബന്ധമാക്കപ്പെട്ട മാസം, യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മാസം, അഥവാ നാം തുടങ്ങാൻ പാടില്ലാത്ത മാസം എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. അങ്ങനെയുള്ള മാസം എന്ന് പറയുമ്പോൾ നാം ഈ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ടത് എന്താണ്? ഈ മാസത്തിൽ നാം തെറ്റ് ചെയ്യുമ്പോൾ മറ്റു മാസങ്ങളിൽ തെറ്റ് ചെയ്യും പോലെയല്ല, മറ്റു മാസങ്ങളിൽ കൺസെഷൻ ഉണ്ട് എന്നതുകൊണ്ടല്ല. ഏത് മാസങ്ങളിലും നിന്റെ ശരീരത്തിൽ ആത്മാവുണ്ടോ, നിനക്ക് വിവേകമുണ്ടോ, നിനക്ക് ബുദ്ധിയുണ്ടോ, എന്നാൽ നീ തെറ്റ് ചെയ്യാൻ പാടുള്ളതേ അല്ല. തെറ്റ് എത്ര വർദ്ധിച്ചു, അള്ളാഹനെ തൊട്ട് നീ ദൂരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിനക്ക് കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്യുന്ന ക്രൂര കൃത്യം കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ റാൻ റസൂലിന്റെ വിശദീകരണമുണ്ട്. കറുകറുത്ത പുള്ളി ഹൃദയത്തിൽ തള്ളിക്കൊണ്ടേ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. പറഞ്ഞാൽ കടക്കൂല, ഉപദേശം ഫലപ്പെടൂല, വഅദ് ഫലപ്പെടൂല. ഈ കാതിൽ കേട്ടാൽ ഈ കാതിൽ കൂടി ഇറങ്ങും. പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രം, ആരാധിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രം, നേർച്ചയാക്കേണ്ടത് അല്ലാഹുക്ക് മാത്രം, അറക്കേണ്ടത് അല്ലാഹുക്ക് മാത്രം. ഇതൊക്കെ 100 കണക്കിൽ തവണ ഇവിടെ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിനെ വിശദീകരിച്ചിട്ട് നമ്മുടെ ഇമാമുകൾ എഴുതിപ്പോയത് ഇവിടെ ഗ്രന്ഥങ്ങൾ പള്ളി ദർസുകളിൽ ആരാണ് ചോറ് തന്നിട്ട് എന്നെ പോലത്തെ മുസ്ലിംമാര് പഠിച്ചു കൊണ്ടേയിരിക്കുന്നു. പുറത്ത് നടപ്പാക്കുന്നവർ കുറവാണ്. എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ റാന കറുകറുത്ത മാർക്ക് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയി. ആ കറുകറുത്ത മാർക്ക് കൊണ്ട് സീൽ ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ സത്യം ഉൾക്കൊള്ളാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് നടപ്പാക്കാൻ, അത് പരസ്യമായി ജനങ്ങളോട് പറയാൻ മടിയാണ്, പേടിയാണ്. അള്ളാഹിനെ പേടിക്കാത്തത് കൊണ്ട് തന്നെ. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ.
പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള മാസങ്ങൾ വിട്ടുകടന്നു എന്ന് പറയുമ്പോൾ ആ മാസത്തിലാണ് നാം എന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ പുണ്യഭൂമിയിൽ സുബ്ഹാനല്ലാഹ് പുണ്യമാസങ്ങളിൽ പുണ്യഭൂമിയിൽ എൻ്റെ ശബ്ദം നേരെ സദസ്സിൽ കേൾക്കുന്നവരെ കുറിച്ചാണ്, നെറ്റിൽ കൂടി കേൾക്കുന്നവർ എവിടെയൊക്കെ ഉണ്ടാകും അവരെ കുറിച്ചല്ല. ഏതായിരുന്നാലും ഈ മാസങ്ങളിൽ പുണ്യഭൂമിയിൽ എന്നത് നിങ്ങൾക്ക് മാത്രം അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് തന്നതായ പ്രത്യേകതയാണ്. പൻസാരക്കുന്നിൻ്റെ മുകളിൽ തേൻമഴ വർഷിച്ചതുപോലെ അല്ലേ, പൻസാരക്കുന്നിൻ്റെ മുകളിൽ തേൻമഴ വർഷിച്ചതുപോലെ. റജബ് മാസത്തിൽ നിങ്ങളിവിടെ, മുഹറം മാസത്തിൽ നിങ്ങളിവിടെ, ദുൽഹജ്ജ് മാസത്തിൽ നിങ്ങളിവിടെ, ദുൽഖഅദ് മാസത്തിൽ നിങ്ങളിവിടെ, റമദാൻ മാസം, ഈ മാസങ്ങളുടെ എല്ലാം നേതാവാണ് ആര്? റമദാൻ. അതിലും നിങ്ങളിവിടെ. എന്തു വേണം പിന്നെ? എന്നിട്ടോ വല്ല പരിവർത്തനമുണ്ടോ? ഫിലിം അങ്ങനെ തന്നെ നടക്കുന്നു, CD അങ്ങനെ തന്നെ അശ്ലീലം പ്രചരിപ്പിക്കുന്നു, തോന്നിവാസം അങ്ങനെ തന്നെ നടക്കുന്നു, തെറ്റുകൾ അങ്ങനെ തന്നെ ചലിക്കുന്നു. ഒരു ചാഞ്ച് ഇല്ല. സ്വയംസ്കാരമോ അത് ഇഷ്ടമുണ്ടെങ്കിൽ ഉണർന്നാൽ, ജോലിയൊക്കെ ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റും ആവേശമുണ്ടെങ്കിൽ നിസ്കരിക്കാം. അതുപോലെ മറ്റു നിസ്കാരങ്ങളുടെയും സ്ഥിതി പറ്റുമോ? ഇല്ല. സ്വർഗത്തിന് പോകുന്നവന്റെ രീതി അതല്ല. സ്വർഗത്തിന് പോകേണ്ടവനല്ല ആ സൈസിൽ ജീവിക്കുന്നവൻ. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപകട മേഖലയിൽ നിന്നിട്ട് അള്ളാഹ് നമ്മെ സുരക്ഷിതത്തിൽ സംരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇതാണ് സ്വച്ഛാധിപത്യം എന്ന് പറയുന്നത്. സ്വന്തം കാര്യം രക്ഷപ്പെടുത്തുക, അപ്പോഴോ മറ്റുള്ളവരെ നോക്കണം, മറ്റുള്ളവർക്കുള്ള ബാധ്യത നിർവഹിക്കണം, അള്ളാഹ് കൽപ്പിച്ച ബാധ്യത നിർവഹിക്കണം. അപ്പോൾ നമ്മുടെ കാര്യം നേടാൻ നമുക്ക് സാധിക്കും എന്ന അർത്ഥത്തിലേക്ക് മക്ക ഇമാമ് തുടരുകയുണ്ടായി. ഇങ്ങനെയുള്ള ആ മഹാവിജയത്തിന് കൈവരുത്താനും മുസ്ലിങ്ങളെ രക്ഷിക്കാനുമുള്ളതായ ആ രംഗപ്രവേശനം നേതാക്കൾ നടത്തിയതിന് നല്ല അഭിനന്ദനങ്ങൾ നമുക്ക് അവരെ പ്രേരിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ഇവിടെ തുടർച്ചയായി നടക്കുന്നതിൽ മുസ്ലിം ലോകത്തിന് ആ സകലം അവരുടെ അഭിമാനത്തെയും അവരുടെ അന്തസ്സിനെയും മടക്കിയെടുക്കാനുള്ള മാധ്യമങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ്. എങ്കിലും അള്ളാഹിന്റെ ശത്രുക്കളായ പലർക്കും ഓരോ വാർത്താവിനിമയ കേന്ദ്രക്കാരനും ഓരോ പത്രക്കാരനും ഓരോ ഇന്തിഖാദ് നടത്തുന്ന നിരൂപണം നടത്തുന്ന വ്യക്തികൾക്കുമെല്ലാം ഓരോ നയങ്ങൾ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ട് അവർ അതിന് നിരൂപണം നടത്തും. അങ്ങനെയാണ് ശരി. അത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. നിങ്ങളൊക്കെ വാർത്ത കേൾക്കുന്നവരാണ്. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ആ അഭിപ്രായമാണല്ലോ, ഇയാൾക്ക് ഈ അഭിപ്രായം. യുദ്ധം തുടങ്ങിയപ്പോഴേ നമുക്ക് കേട്ടല്ലോ, ലോകത്തിൽ പലയിടങ്ങളിലും കേട്ട് എന്ത് സൗദി അറേബ്യയും ഇസ്രായേലും കൂടി യുദ്ധം നടത്താണ് എന്ന് യമനിനോട്. അങ്ങനെ വരെ പറയാൻ മടിക്കുന്നവരുണ്ടായില്ല. മനസ്സിലായില്ലേ? എവിടെ ഇസ്രായേൽ, എവിടെ സൗദി അറേബ്യ, എന്ത് ബന്ധം അവരുമായി? അപ്പോൾ എന്താണ് പ്രശ്നം? എങ്ങനെയെങ്കിലും ലോകത്തിലുള്ളതായ 1500 മില്യൺ മുസ്ലിങ്ങളെ ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കുക. ഈ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക വകുപ്പാണ്. നിങ്ങൾ അവർ അംഗീകരിക്കേണ്ടതില്ല, നിങ്ങൾ വേറെ അവർ വേറെ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ദുഷിച്ച നീച നികൃഷ്ട ചിന്താഗതികൾ ലോകവ്യാപകമാണ്. അനിസ്ലാമിക ചിന്താഗതികളിൽ മതിപ്പുണ്ടായവരിൽ നിന്ന് ഉടലെടുക്കുന്നതാണത്. അനിസ്ലാമിക ചിന്താഗതികളിൽ മതിപ്പുണ്ടായവരിൽ നിന്ന് ഉടലെടുക്കുന്നതായ നീച നികൃഷ്ട ചിന്താഗതികളാണത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. വഹി ഇറങ്ങിയ നാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ തൊള്ളുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ മതത്തിന്, ഈ നാട്ടിൽ ഈമാനിനെ സംരക്ഷിക്കപ്പെടുമെന്ന ആ സന്തോഷ വാർത്ത നൽകപ്പെട്ട നാട്. സ്വർഗ്ഗത്തോപ്പിൽ കടന്നാൽ കാണാം, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹ. പാമ്പത്തിന്റെ മാളത്തിൽ സംരക്ഷണം നേടും പോലെ അഭയം തേടുന്ന ഈമാൻ 437 തവണ ഖുർആനിൽ പറഞ്ഞ ഈമാൻ അഭയം തേടുന്ന ഭൂമിയാണ് മദീന. ഇന്ന് ഇങ്ങനെയുള്ള അതുപോലെ ഹിജാസ് മൊത്തത്തിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് ബുഖാരിയിൽ തന്നെ, അതും സഹീഹിൽ തന്നെ. മക്കയും മദീനയും ഹിജാസും അതൊക്കെ എന്ന് മാത്രമല്ല, ഈ നാട്ടിലുള്ള തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനും സുന്നത്തും നടപ്പാക്കുന്ന പണ്ഡിതന്മാരെ ആരെങ്കിലും അങ്ങനെയുള്ള മുസ്ലിങ്ങളെ മദീനക്കാർ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ തൗഹീദിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ളതായ വല്ല ചിന്താഗതികൾ, വല്ല ക്രൂരകൃത്യങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരുക്കമോ തയ്യാറെടുപ്പോ മൻ അറാദ ഒരാൾ ഉദ്ദേശിച്ചാൽ തന്നെ ബി അഹ്ലിൽ മദീനതി സുആ, സത്യവിശ്വാസവുമായി ഉറച്ചു നിൽക്കുന്ന മദീനവാസികളെ കൊണ്ട് വല്ല ദ്രോഹം ചെയ്യാൻ വല്ലരും ലോകത്തിൽ വെച്ചിട്ട് കരുതിയാൽ തന്നെ റസൂല് പറയുന്നു, അദാബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെ അവൻ ഈ മതത്തിൽ നിന്നിട്ട് ഉരുകി തീർന്നു പോകും. മദീന തൊട്ട് കളിക്കാനോ, മദീനയിലുള്ള ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരെ തൊട്ട് കളിക്കാനോ അരുത്.
നിങ്ങൾ കേട്ട ഹദീസ് എവിടെ നിന്ന് അറിയാമോ? ഞാൻ ഓതിയ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. സഹിഹ ഹദീസിലാണ്. ബുഖാരിന്റെ പദം ഇൻമാ കമാ യൻമാഉൽ മിൽഹു ഫിൽ മാ, മുസ്ലിം അദാബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. രണ്ട് വാക്കിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് അറബി ഭാഷയിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള പ്രത്യേകത ഈ നാട്ടുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്നത് നമുക്ക് അന്തസ്സാണ്, നമുക്ക് അഭിമാനമാണ്. അതിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും പരിപൂർണ രൂപത്തിൽ ഇസ്ലാമിനെ നടപ്പാക്കാൻ, ഇസ്ലാമിന്റെ വിധി വിലക്കൾ നടപ്പാക്കാൻ, ഇസ്ലാമിന്റെ ആ വിജയ പതാക പറപ്പിക്കാൻ ഈ നാട്ടുകാർക്ക്, ഈ നാട്ടിൽ ഏത് കാലഘട്ടത്തിലും ഭരണം നടത്തുന്നവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇത് നമുക്ക് നന്മയാണ്, മുസ്ലിം ലോകത്തിനുള്ള നന്മയാണ്. അതെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാം ഉത്തരവാദിത്തം പരിപൂർണമാക്കാൻ വേണ്ടി തന്നെ നാം അതിർത്തികളെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുന്നതിൽ നമ്മുടെ പട്ടാൾക്കാർ, നമ്മുടെ നേതാക്കൾ പിൻവലിച്ചില്ല. അതൊക്കെ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പ്രധാന ലക്ഷ്യം നമ്മുടെ നാട്ടിന്റെ സംരക്ഷണം. മറ്റു നാട്ടിന്റെ സംരക്ഷണത്തിനേക്കാൾ അഥവാ അയൽവാസികളെക്കാൾ കൂടുതൽ നാം നമ്മുടെ നാട്ടിനെ ഇസ്ലാമിക തത്വങ്ങൾ കടന്നു പോകാതിരിക്കാൻ, ഭരണകൂടത്തിൽ കയറിക്കടക്കാതിരിക്കാൻ, ഇസ്ലാമിൽ ഏത് കാലഘട്ടത്തിലും ഷിയാക്കൾ എവിടെയെല്ലാം ചാൻസ് കിട്ടുന്നുവോ അവിടെയെല്ലാം അവരുടെ പരാക്രമം അഴിച്ചുവിട്ടു മക്ക ഇമാം. അപ്പോൾ മക്ക ഇമാമ് ഉണർത്തിയതായ ശൈലികളിൽപ്പെട്ടതാണ് എന്ത്? ആ പരാക്രമങ്ങൾ എവിടെയും എപ്പോഴും അഴിച്ചുവിടുന്നതിൽ ഒരു നിലക്കും വിട്ടുവീഴ്ച കാട്ടാത്ത രൂപത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരുടെ പേരിൽ പുസ്തകങ്ങൾ അഴിച്ചുവിട്ടവരാണ് അവർ, ഗ്രന്ഥങ്ങൾ അഴിച്ചുവിട്ടവരാണ് അവർ. ഞാൻ പലപ്പോഴും അവരുടെ ഗ്രന്ഥം പരിശോധിക്കാൻ വേണ്ടി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലും. അപ്പോൾ പറയപ്പെടും പ്രൊഹിബിറ്റഡ് ആണെന്ന്. അങ്ങനെ ഞാൻ ഒരവസരത്തിൽ പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയുന്ന ആ ഗ്രന്ഥം നിങ്ങളെപ്പോലത്തവർക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരാൻ വേണ്ടി കടന്ന് അതിനെ ഫോട്ടോ സ്റ്റേറ്റ് എടുക്കുക തന്നെ ചെയ്തു, ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടിട്ട്. എന്താണ് പുസ്തകം എന്നറിയാമോ? തഫ്രീഹുൽ ഖാദിർ ഫി മനാഖിബി ശൈഖ് അബ്ദുൽ ഖാദിർ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം ഞാൻ കണ്ടുപിടിച്ചിട്ട് 41 വർഷം ഏകദേശമായി. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് വരാറുള്ള സർവ വകുപ്പിലുള്ള പണ്ഡിതന്മാർ, സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തൗലി, എന്തൊക്കെ വകുപ്പുണ്ട് കേരളത്തിൽ, ആ വകുപ്പിലുള്ള എല്ലാ വകുപ്പിലുള്ള പണ്ഡിതന്മാർ ഫോട്ടോ സ്റ്റേറ്റ് എടുത്തിട്ട് എന്നിൽ നിന്നിട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്. പറഞ്ഞു വരുന്നത് എന്താണ്? ഈ ഗ്രന്ഥം ആരുണ്ടാക്കി? കേരളത്തിൽ പേരെടുത്ത ഒരു എൻ്റെ ഉസ്താദായ, കൊല്ലപ്പെട്ട ആളാണോ മരിച്ചതാണോ എന്ന് ചർച്ചയുള്ള മംഗലാപുരം ഖാദിയായ CM അബ്ദുള്ള മൗലവി വീട്ടിൽ വന്നു. അദ്ദേഹത്തോട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ വാപ്പാൻ്റെ ലൈബ്രറിയിലുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പുസ്തകം ആരുടേതാണ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കറിയില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഒന്ന് വായിച്ചാട്ടെ എന്ന്. ഇത് നമ്മുടെ നാട്ടിലുള്ള രാക്കഥകൾ പറയാൻ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടികളുണ്ടല്ലോ, ആ സന്ദർഭത്തിലൊക്കെ വാഴ പറയാൻ ഉപയോഗിക്കുന്ന പുസ്തകമാണിത്. മനസ്സിലല്ലേ? ആരെഴുതിയെന്ന് ആർക്കും അറിയില്ല. ഇത് ഞാൻ അയാളോട് വായിക്കാൻ വേണ്ടി പറഞ്ഞു. വായിച്ചപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കാലിൻ്റെ താഴ്വരയിലാണ് എല്ലാവരുടെയും തലകൾ എന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ ഉടമ പറയാണ്, ഞങ്ങളുടെ ഇമാമായ മാസൂമായ ആ മഹാവ്യക്തിയുടെ തല ഒരിക്കലും മൊഹീദ്ദീന് താഴ്ത്തി കൊടുക്കൂല. ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞ വാക്ക് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇതിൽ നിന്ന് പഠിക്കേണ്ട ഭാഗം എന്താണ്? ആര് മൊഹീദ്ദീൻ ഷെയ്ഖ്, ആരവര്? രണ്ട് വകുപ്പാണ്. അവര് ഇസ്ലാമിന്റെ ശത്രുക്കൾ, മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മുടെ നേതാവ്. മനസ്സിലായില്ലേ? നമ്മുടെ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, പണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ ആസകലം വലിയ ഇവിടെ പറയുന്നില്ല, അള്ളാന്റെ പള്ളിയല്ലേ, ഇവിടെ പറയുന്നില്ല, പേര് കേട്ട ഫിലിം നടന്മാരുടെ, നടന്മാരുടെ, ഗായകന്മാരുടെ, കൂന്താട്ടങ്ങൾ നടത്തുന്നവരുടെ, ചാമ്പ്യൻഷിപ്പ് നേടിയവരുടെ പേര് കൊടുക്കും ലുങ്കിയുടെ മീതെ. എന്തിനാണ്? ലുങ്കി പ്രചരിക്കാൻ, അല്ലേ? എന്നതുമാതിരി ഷിയാക്കൾ കാട്ടിയതാണ് പണ്ട് തന്നെ. 3-ാം നൂറ്റാണ്ട് അവസാനിച്ച് 4-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ തന്നെ അവര് നമ്മുടെ ഇടയിൽ, അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ പ്രശസ്ത പണ്ഡിതന്മാർ എവിടെയുണ്ട് അത് കണ്ടുപിടിക്കുക. ആ പ്രശസ്ത പണ്ഡിതന്മാരുടെ പേരിൽ പുസ്തകം എഴുതാം. അപ്പോൾ ആരാണ് പുസ്തകത്തിന്റെ ഉടമ? മൊഹീദ്ദീൻ ഷെയ്ഖ് അല്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് മരിച്ചുപോയി. മൂപ്പരുടെ പേരിൽ ആ പുസ്തകം, മൂപ്പരെ ബഹുമാനിക്കുന്ന പുസ്തകം, മൂപ്പരെ ആദരിക്കുന്ന പുസ്തകം. മനസ്സിലായില്ലേ? ഈ പുസ്തകം യഥാർത്ഥത്തിൽ മദീനയിലേക്കും എത്തി. അപ്പോൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പ്രഗത്ഭ പണ്ഡിതന്മാരാണല്ലോ, പറഞ്ഞറിയിക്കേണ്ടതില്ല. ലോകത്തെ ഏറ്റവും പേരും പ്രശസ്തിയും ഉള്ളതായ യൂണിവേഴ്സിറ്റിയാണ് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. പണ്ഡിതന്മാർ പെട്ടെന്ന് കണ്ടെത്തി, ഇത് മുസ്ലിങ്ങൾ എഴുതിയതല്ല, ഇത് അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ എഴുതിയതല്ല, ഇത് നമ്മുടെ ശത്രുക്കൾ എഴുതിയതാണെന്ന് മനസ്സിലാക്കി ഉടനെ പ്രോഹിബിറ്റഡ് വകുപ്പിൽ, വിരോധിക്കപ്പെട്ട വകുപ്പിൽ അതിനെ എന്ത് ചെയ്തു?
മാറ്റിവെക്കുകയും ചെയ്തു. അവിടെ ചെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോസ്റ്റേറ്റ് എടുക്കുകയും ചെയ്തു മദീനയിൽ. എന്നിട്ട് ആ കാലഘട്ടത്തിലുള്ള ധാരാളം ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കണം, നമ്മെ ആക്രമിക്കാൻ, നമ്മെ തകർത്താൻ, നമ്മുടെ വിശ്വാസത്തെ തകർത്താൻ വേണ്ടി അവരെത്ര പാടുപെടുന്നു എന്നതറിയാൻ വായിച്ചു മൂപ്പര്. ആ വായിച്ചു കഴിഞ്ഞ ശേഷം ചോദിച്ചു, എൻ്റെ ഉസ്താദേ, വീട്ടിലാണ്, ആരുടേതാണ് പുസ്തകം? അപ്പോൾ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടർ എഴുതിയതല്ല, ഇത് ഷിയാക്കൾ എഴുതിയതാവാനാണ് സാധ്യത. നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. പിന്നെ മൂപ്പര് അതോടുകൂടി കൂട്ടിച്ചേർത്തു, കേൾക്കൂ, സാധാരണക്കാരനല്ല, സമസ്തയുടെ പ്രധാന മെമ്പറും പ്രധാന പണ്ഡിതനും എന്ന് മാത്രമല്ല, കാസർഗോഡിലുള്ളതായ ഏറ്റവും വലിയ അവരുടെ സ്ഥാപനത്തിന്റെ ഹെഡുമായിരുന്നു ഈ മനുഷ്യൻ, ഈ വ്യക്തി, എൻ്റെ ഉസ്താദ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ നാട്ടിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ അഷ്റഫേ? ഞാൻ അദ്ദേഹത്തിൻ്റെ തിൽമീസാണല്ലോ, വിദ്യാർത്ഥിയാണല്ലോ, അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അഷ്റഫേ എന്താണ് കുഴപ്പമെന്നറിയാമോ? പണ്ഡിതന്മാർ ഒരു വെട്ടിൻ്റെ അകത്ത് കണ്ടാൽ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കി അത് ആരെഴുതി, എപ്പോഴെഴുതി, മുസുന്നി എഴുതിയോ, ഷിയാ എഴുതിയോ, മുസ്ലിം എഴുതിയോ, കാഫർ എഴുതിയോ എന്ന് പരിശോധിക്കാതെ അതങ്ങനെ തന്നെ പ്രചരിപ്പിക്കുന്നു. കരിഞ്ചന്ദ്രയാവട്ടെ അല്ലാത്തതാവട്ടെ, ഇത് നമ്മുടെ പണ്ഡിതന്മാരുടെ കുഴപ്പമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുണ്ട് മലയാളികളിൽ. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ഈ പറയുന്ന വാർത്തകൾ കേട്ടതായ മലയാളികൾ. വേണമെങ്കിൽ ഞാൻ ഹാജരാക്കി തരാം. എന്തിനാണ് ഞാൻ ഈ പറയുന്ന വാക്ക്? 5 10 10:15 9:45. ഇവിടെ കൃത്രിമമല്ല പറയുന്നത്, ഇവിടെ യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം മാത്രമേ അല്ലാഹു റസൂലിന്റെ പള്ളിയുടെ പരിസരത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാഹു റസൂൽ ഇവിടെ വന്നത് സത്യം പറയാൻ വേണ്ടിയാണ്. സഹാബാക്കളും അങ്ങനെ തന്നെ, താബീങ്ങളും അങ്ങനെ തന്നെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമിങ്ങളും അങ്ങനെ തന്നെ. പിന്നെ കരിഞ്ചന്ത ചേർത്താൽ അല്ലാഹ് വിടുമോ? ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നാം നമ്മുടെ ശത്രുക്കളാരാണെന്ന് പഠിക്കണം, മിത്രങ്ങളാരാണെന്ന് പഠിക്കണം. അങ്ങനെയുള്ള ശത്രുക്കൾ നമ്മെ തകർത്താൻ വേണ്ടി അയച്ചുവിട്ട ധാരാളം ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാമല്ലോ, ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ 11 ഏടുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന 5000-ഓളം ഏടാണ്. എത്ര ഏട്? 5000-ഓളം ഏട്. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാ? വഹി കെട്ടായിട്ട് 1400 കൊല്ലമില്ലേ? ഇങ്ങനെ ഈ ഏട് വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനിർമ്മിതമായ കൃത്രിമങ്ങൾ വർദ്ധിക്കാണ്. കാസർഗോട്ടുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കി. എൻ്റെ നാട്ടിൽ മരിച്ച മനുഷ്യന് വേണ്ടി 70,000 ദിക്ർ ചെല്ലണമെന്ന തത്വം 40 കൊല്ലം മുമ്പില്ല, 30 കൊല്ലം മുമ്പില്ല, ഏകദേശം ഒരു 15 കൊല്ലം 20 കൊല്ലത്തിനിടയിൽ മാത്രമാണ് കാസർഗോഡിലേക്ക് കടന്നു വന്നത്. അതുവരെ ഇല്ല. ദീനിലുള്ളതാണെങ്കിലോ 1400 കൊല്ലം മുമ്പല്ലേ കാസർഗോഡ് ഇസ്ലാം വന്നത്? ഉമർ ഖത്താമിന്റെ കാലഘട്ടത്തിൽ അല്ലേ? കൊടുങ്ങല്ലൂരിലും കാസർഗോഡിലും മംഗലാപുരത്തും ശ്രീകണ്ഠപുരത്തും ഒക്കെ ഇസ്ലാം വന്നത് എപ്പോഴാണ്? അവരുടെ തീയതി പറയുന്നത് 1400-ൽ പരം വർഷമായി ഉമർ ഖത്താബ് ജീവിക്കുന്ന കാലഘട്ടത്തിൽ. എന്തേ ഇപ്പോൾ ഒരു 20 കൊല്ലം മുമ്പ് മാത്രം അത് കടന്നു വരുന്നു? ദീനിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ ദീനിലുള്ളത് ഏത്, ദീനിലില്ലാത്തത് ഏത് എന്നത് തീർത്ത് പഠിച്ച് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരുന്ന് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ടേ ഒറിജിനൽ ആ തൗഹീദ് വഹി ഇറങ്ങിയ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ വിടവാങ്ങാവൂ. നമുക്ക് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആ പേരിന് നാം അർഹരാവണം. നമുക്കൊരു പ്രത്യേക വകുപ്പിന്റെ പേരോ ഒരു പാർട്ടിയുടെ പേരോ ആവശ്യമേ ഇല്ല. പേര് മാറ്റണമെന്നും എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ പേര് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് തന്നെ ആവട്ടെ. പക്ഷേ ആ വാക്കിന്റെ നാം ഫിറ്റാവണം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, ആ ഖുർആനും സുന്നത്തും നടപ്പാക്കിയ സഹാബാക്കൾ, അതാണ് ജമാഅ. ആ സഹാബാക്കൾ ജീവിച്ച ജീവിതം ജീവിക്കുന്ന ആൾക്കാർ, അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചാൽ കുറച്ച് മനക്കണം. പക്ഷെ കുറച്ച് പ്രയാസപ്പെട്ടാലും, കുറേ കല്ലേറ് കൊണ്ടാലും, കുറേ ആൾക്കാരെ ശകാരിച്ചാലും, പെറ്റോമ്മക്ക് തന്നെ പറ്റിയില്ലെങ്കിലും, അങ്ങനെയാണ് ഉള്ളത് പറഞ്ഞാൽ പെറ്റോമ്മൊക്കെ പറ്റൂല എന്നാണ് ഞങ്ങൾ പറയാം കാസർഗോട്ടുകാരല്ലേ? നിങ്ങളുടെ നാട്ടിൽ പറ്റുമോ? എവിടെയും പറ്റൂല. ഉള്ളത് പറഞ്ഞാൽ പെറ്റ ഉമ്മ ശത്രുവായി മാറും. പക്ഷേ അവരെ ഉമ്മയോട് പറയും പോലെ, വാപ്പയോട് പറയേണ്ട പോലെ, ആ അതവോടെ, ആ മര്യാദയോടെ, കാര്യം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി കിടക്കുക. പ്രശ്നം ഒന്നിരിക്കലോ സ്വർഗം അല്ലെങ്കിൽ നരകം, ഒന്നിരിക്കലോ വിജയം അല്ലെങ്കിൽ പരാജയം, ഒന്നിരിക്കലോ ഈമാൻ അല്ലെങ്കിൽ ശിർക്ക്, ഒന്നിരിക്കലോ സത്യം അല്ലെങ്കിൽ അസത്യം. ഇതാണ് വിഷയം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആവാം. അങ്ങനെ അവർ കാട്ടട്ടെ, ഇങ്ങനെ ഇവർ കാട്ടട്ടെ എന്ന് പറയാൻ പറ്റൂല. ഇപ്പം തന്നെ NOC വന്നാൽ തീർന്നു. മലക്കിൽ വന്നു കഴിഞ്ഞാൽ
അള്ളാഹനെ മാത്രം പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഇതുവരെ മനുഷ്യക്ക് ബരീങ്ങളെ മമ്പർത്തങ്ങളെ എന്നൊക്കെ പറയുന്ന കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹനെ തള്ളി, അള്ളാഹനെ അവഗണിച്ച്, അള്ളാഹനെ കൂട്ടാക്കാതെ ജീവിച്ചതാണ്. ഇബ്ലീസ് സത്യം മനസ്സിലാക്കാൻ, കണ്ണു തുറക്കാൻ ഇബ്ലീസ് എനിക്ക് ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അല്പം 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 വരരുത് 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 വരുമ്പോൾ അള്ളാഹന്റെ വാക്ക് ഖുർആനിൽ അവരോട് പറയും, അഖ്രിജൂ അൻഫുസകും, ആത്മാവിനെ പുറത്തു തള്ളൂ. മലക്കുകൾ പറയാണ്, പോലീസിനെ കാണുമ്പോൾ ട്രാഫിക് പോലീസ് വന്ന് കണ്ടാൽ നമ്മൾക്ക് തലവേദനയാണ്. ഓ മൂപ്പര് എന്താ കാട്ട, ഇസ്തിമാറ പുതുക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പേടിയാണ് അല്ലേ. ഇത് ഈ പോലീസും ഇതൊന്നും അല്ല, ദുനിയാവിൽ താളയല്ല, പുതിയ സാധനം. കണ്ണുരുട്ടുന്ന അല്ലാഹ് പറയാണ്, കല്ലാ ഇദാ ബലഗത്ത് തറാഖിയ വഖീല മൻ റാഖ്. വല്ല മഹാപകടം പിടിച്ച സന്ദർഭമാണ്. മലക്കുകൾ അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ ആത്മാവിനെ പുറത്തിറക്കൂ എന്ന്. എന്നിട്ട് വേറെ ആയത്തിലുണ്ട് എന്ത്, യദ്രിബൂന ഉജൂഹഹും വഅദ്ബാറഹും, അവരുടെ ബാക്ക് സൈഡിലേക്കും അവരുടെ മുമ്പിലേക്കും അടികൊള്ളും. പറയാൻ സമയമേ ഇല്ല. ലഅല്ലി അമൽ സാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, ഞാൻ നമസ്കരിക്കട്ടെ, ഞാൻ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് പരിശ്രമിക്കട്ടെ, അല്പസമയം പിന്തിച്ചു തരൂ. കല്ല, അള്ളാഹനെ മറുപടി കിട്ടുന്നു, കല്ല, അങ്ങനെ സംഭവിക്കുക തന്നെ ഇല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അർത്ഥശൂന്യമായ പദമാണ് അവൻ ഉച്ചരിക്കുന്നത്. എത്ര കൊല്ലം ജീവിച്ചു, എത്ര മാസം ജീവിച്ചു, എത്ര കൊല്ലം മദീനത്തിൽ ജീവിച്ചു, എത്ര കൊല്ലം വാത് കേട്ടു, എത്ര എത്ര വാട്സപ്പിൽ കൂടെയും, ഇന്നത്തെ യുഗത്തിൽ വാട്സപ്പിൽ കൂടെയും നെറ്റിൽ കൂടെയും സത്യം പഠിക്കാനുള്ള ചാൻസ് കിട്ടി. എന്തടോ ഇതുവരെ സമയം കിട്ടിയില്ലേ? ഈ മരിക്കാൻ പോകുന്ന സമയത്താണോ എനിക്കൊന്ന് മടക്കിത്തരൂ, ഞാനൊന്ന് മടങ്ങട്ടെ, ഞാൻ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന ആ പൂതി, ആ ആഗ്രഹം പുലർത്തുന്നത്. അവരുടെ ബാക്കിൽ ഇപ്പോൾ നീ പോലീസുകാരനോട് ജയിലിൽ കൊണ്ടുപോകുന്ന ആള് ഒന്ന് ഇവിടെ ഇരിക്കട്ടെ നടക്കട പറയും. ഒന്ന് ലൂസാക്കി തരൂ ആ സിൽസില, ചങ്ങലെ മിണ്ടലടാണ് അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ സിൽസില അങ്ങനെ തന്നെ വലിച്ചു കൊണ്ടുപോവുക തന്നെ. ഇങ്ങനെ അടിയും ഇടിയും കൊടുത്തിട്ട് ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അള്ളാന്റെ ഭാഗത്തുനിന്ന് വരുന്ന നീ എവിടുക്കാ പോകുന്നറിയാമോ? ഇതുവരെ എന്നെ കൂട്ടാക്കാതെ, ഇതുവരെ എന്നെ തള്ളി, എന്നെ മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഖുർആനിൽ നിനക്ക് നബിമാരയച്ച, ലക്ഷത്തോളം നബിമാരയച്ച ശേഷം ഖുർആൻ ഇറങ്ങിയിട്ട് നിന്നോട് പറഞ്ഞു 437 പ്രാവശ്യം ഈ വിശ്വാസത്തെ നീ സംരക്ഷിക്കണം. ഇത് അവൻ പറഞ്ഞല്ലോ, ഇവൻ പറഞ്ഞല്ലോ, ആ സ്റ്റേജ് വലുതല്ലേ, ആൾക്കാർ കൂടുതലുള്ളതല്ലേ, അവരുടെ കൂടിയായിരിക്കുമല്ലോ സത്യം, അവർക്കൊന്നും സത്യം അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ബുദ്ധി ഉപയോഗിക്കാതെ ജനങ്ങൾ പറയുന്ന ഊഹാപോഹങ്ങളിലേക്കും നൂലാമാലകളിലേക്കും നീ തെളിക്കപ്പെട്ടു. അത് നീ ബുദ്ധി ഉപയോഗിക്കാതെ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അല്പം വിട്ടുതരാനോ അല്പം മടക്കി തരാനോ നീ ഈ പിടുത്തത്തിൽ പെട്ടു. പിന്നെ മടങ്ങി പോക്കില്ല. പിന്നെയോ ഇനി ബർസഖി ലോകമെന്ന ഒരു പുതിയ ലോകത്തെ നീ സ്വീകരിക്കാൻ പോവുകയാണ്. അത് ഖബറിലുള്ള ജീവിതം. അവിടെയും കിട്ടും ഇടി, അവിടെയും കിട്ടും അടി. എന്തേ? അവിടെ നമുക്കറിയാവുന്നതുപോലെ 3 ചോദ്യം അവിടെയുണ്ട്. ആരടോ നിന്റെ റബ്ബ്? മനസ്സിലായില്ലേ? നിന്റെ ദീനും നിന്റെ റബ്ബും. പിന്നെ ചോദ്യം എന്താണ്? ഇവിടെ അന്ത്യവിഷമ കൊള്ളുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ ഹബീബായ ഖലീലായ ഖലീലുല്ലാഹി നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണിച്ചു തരും. നീ എന്ത് ഭൂമിന്റെ അടിയിൽ, അവരും ഭൂമിന്റെ അടിയിലാണ്. അള്ളാഹ് എങ്ങനെ കാണിച്ചു തരും? അത് നിനക്ക് ചോദിക്കാൻ പറ്റൂല. അള്ളാഹ്ക്ക് എല്ലാം സാധിക്കൂലേ? ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മനുഷ്യന്മാർ കണ്ടുപിടിച്ച നെറ്റിൽ കൂടി നിങ്ങൾ എന്ത് കാട്ടുമ്പോഴും, അഥവാ നിങ്ങളുടെ കാശടക്കുമ്പോൾ ഉടനെ നെറ്റിൽ വരുന്നു. നിങ്ങളുടെ നെറ്റ് പറയും നിങ്ങൾ കാശടച്ചു കഴിഞ്ഞു. പണ്ടൊക്കെ ഒരു 20 കൊല്ലം മുമ്പ് നിങ്ങൾ ഒരാളോട് പറഞ്ഞു നോക്കി, നിങ്ങൾ ബാങ്കിൽ അടക്കാൻ പോയി കഴിഞ്ഞാൽ കാശ് അടച്ചു കഴിയുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ കൂടെ യന്ത്രം പറയും നിങ്ങളുടെ കാശ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭ്രാന്തൻ കുതിരവട്ട ഇവിടെ അന്വേഷിച്ച് പോയിടാന്ന് പറയും. അല്ലേ? പണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത്ഭുതങ്ങൾ കാണുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിന്റെ അടിയിൽ നേർക്ക് നേരെ കാണുന്നത് പോലെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ നേതാവായ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പോൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ
അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹനെ മാത്രം ആരാധിച്ച് 5 വക്ത് നമസ്കരിച്ച് അള്ളാഹിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി മരിക്കുന്ന വേളയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വിശ്വാസത്തോടു കൂടി ചെല്ലണമെന്നില്ല, ചെല്ലാൻ ചാൻസ് കിട്ടിയാൽ ഭാഗ്യം, ചെല്ലിയില്ലെങ്കിലും നല്ലവർ നന്നായിട്ടേ മരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടി മരിച്ചവനാണെങ്കിൽ അവൻ ശരിയായ മറുപടി നൽകും. ഇദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, ഇദ്ദേഹം അള്ളാഹുവിന്റെ ദൂതരാണ്, ഇദ്ദേഹം ഞങ്ങൾക്ക് റിസാലത്ത് കൊണ്ടുവന്ന ആളാണ്, ഇദ്ദേഹം ഞങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു തന്ന ആളാണ്. ചോദിക്കും അത്ഭുതത്തോടു കൂടി, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ സാധിച്ചത്? റസൂല് പറയുന്നു, അപ്പോൾ ആ വ്യക്തിയുടെ മറുപടി എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഖുർആൻ ഓതിയിരുന്നു ഭൂമിയിൽ, അള്ളാന്റെ കലാമ് ഞങ്ങൾ പഠിച്ചു, അത് ഞങ്ങളോട് ഓതി. എന്ത്? അള്ളാഹിനോടായിരിക്കണം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ജീവിതവും മരണം എന്ന് ആ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു. ഇത് കൊണ്ടു തന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ആ മുഹമ്മദ് അള്ളാഹിന്റെ ദൂതരാണെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അത് ഞങ്ങൾ വാതിൽ കേട്ടു, അത് ഞങ്ങൾ പ്രസംഗത്തിൽ കേട്ടു, അത് സത്യം പറയുന്നവരിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മറുപടി കിട്ടും. ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുക. ഇങ്ങനെ പറയാനുള്ള ചെങ്കൂറ്റമുള്ളവർ നമ്മളിൽ ആരൊക്കെയുണ്ട്? ആരിലൊക്കെയുണ്ട് ഒരുക്കം? ആരൊക്കെയുണ്ട്? മലക്കുകൾ ഇത് പറയുമ്പോൾ ശരിക്കും മറുപടി പറഞ്ഞതോടുകൂടി എങ്ങനെ മറുപടി പറഞ്ഞെന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിച്ചത് കൊണ്ട് പറഞ്ഞത് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, ചെങ്കൂറ്റമുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മദീന ഇമാമ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗമായിട്ട് പല കാര്യങ്ങൾ മക്ക ഇമാം പറഞ്ഞതിലും നമുക്ക് പഠിക്കാനുണ്ട്. മദീന ഇമാം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന തഖ്വയുടെ കാര്യങ്ങളൊക്കെയാണ്, എങ്കിലും എല്ലാം പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഐനാനി ലൻ തമസ്സുഹുമന്നാർ, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ വഐനുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാഹ്. ഐനാനി ലൻ തമസ്സുഹുമന്നാർ, 2 കണ്ണുകളുടെ ഉടമയെ തീ സ്പർശിക്കുന്നതല്ല, നരകം തൊടുന്നതല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ചാൻസ് കിട്ടും. ഇത് പറഞ്ഞുകൊണ്ട് ഈ അപകട മേഖലകളിൽ അവരുടെ കപ്പൽ വന്നുപോലോ ഇവരുടെ ആയുധം വന്നുപോലോ അവർ പോരാടാൻ ഒരുങ്ങിപ്പോലോ അങ്ങനെ സംഭവിക്കുമ്പോലോ എന്നൊക്കെ കിംവദന്തികൾ വരുമ്പോൾ യമനിനെ മാത്രമല്ല സൗദി അറേബ്യ ആ സകലം സംരക്ഷിക്കാൻ അതിനുള്ളതായ അതിൻ്റെ അതിർത്തികളിൽ നിൽക്കുന്ന നേതാക്കളോട് അല്ലെങ്കിൽ പട്ടാളക്കാരോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് മക്ക ഇമാമ് സംസാരിച്ച ഭാഗങ്ങളിൽ പെട്ടതാണ് 2 കണ്ണിൻ്റെ ഉടമ നരകത്തിൽ കടക്കുക തന്നെയില്ല. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നതായ കണ്ണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരയാന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കാനും എളുപ്പം, കേൾക്കാനും എളുപ്പം, ഫിറ്റാക്കാൻ സാധിക്കൂല എല്ലാവർക്കും. ഒന്ന് പരിശോധിച്ച് നോക്കുക. അള്ളാഹിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, നീരുള്ളി മുറിച്ചത് കൊണ്ടല്ല, അല്ല ഉമ്മ മരിച്ചത് കൊണ്ടല്ല, ഭാര്യ മരിച്ചു എന്ന് കേട്ടത് കൊണ്ടല്ല, ലോകത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടുമല്ല, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് കരയാം. ഒമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാദത് ബിഹി ഐനാഹു ഖൗഫൻ കാലി. 7 വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണലിൽ, അള്ളാഹിന്റെ തണലിൽ സ്പെഷ്യൽ തണലിടുമെന്ന് തണലില്ലാ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ ഉമ്മത്തുകൾക്കുള്ള പ്രത്യേകതയാണ്. 7 വിഭാഗത്തെ തണലിടുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത, ഇവിടെ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്ന നമ്മുടെ അനുശേദ്യ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സന്തോഷവാർത്ത നൽകിയ ഇനത്തിൽപ്പെട്ടതാണ് എന്ത്? ഒമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ, ആ മഹാനായ മുഹൈമിനായ ലോകത്തെ അടക്കി ഭരിക്കുന്നവനായ ആ മഹാശക്തനായ ആ ശക്തന്റെ ആ കഴിവ് കൽപ്പ് ഓർത്തുകൊണ്ട് അവൻ്റെ അദാബ് ഓർത്തുകൊണ്ട് ഒരാൾ ഖാലിയായ ഇരുട്ട് റൂമിൽ അല്ലെങ്കിൽ തനിച്ച് ഒറ്റക്ക് ഭാര്യ വരെ അറിയാതെ തനിച്ചിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീര് ധാരധാരിയാക്കി ഒൽപ്പിച്ച് രക്ഷ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരയാനുള്ള ചാൻസ് ലഭിക്കുന്ന ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ ആരുണ്ടോ അവർക്കെല്ലാം തണലില്ലാ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തണലാകുന്ന ഒരു അഭിപ്രായത്തിൽ അർശിന്റെ തണൽ അവൻ ഇട്ടുകൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വിശദീകരിച്ചിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ 7 വിഭാഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഗദ്യരൂപത്തിൽ റസൂൽ പറഞ്ഞതിനെ പദ്യരൂപത്തിലാക്കിയിട്ട് ഞാൻ പറഞ്ഞതായ ഭാഗമാണത്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നിങ്ങളെ കേൾപ്പിച്ചത്.
റസൂൽ പറയുന്നു, റസൂലിന്റെ ഹദീസിന്റെ അർത്ഥമാണ് മക്ക ഇമാമ് കേൾപ്പിച്ചത് നമുക്ക് ഏവർക്കും ലോക മുസ്ലിങ്ങൾക്കും. 2 കണ്ണിന്റെ ഉടമയെ നരകം തൊടുന്നതല്ല. ഐനാനി ലം തമസ്സുഹും അന്നാർ, ഐനും ബക്കത്ത് മിൻ ഖശിയത്തില്ല, അല്ലാഹനെ പേടിച്ച് കരഞ്ഞവൻ. വൈനുൻ ബാതത്ത് തഹറുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പട്ടാളമാകുന്ന അല്ലാഹുവിന്റെ മുഖദ്ദസാത്തുകളെ, അല്ലാഹുവിന്റെ നാടുകളെ, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ഇസ്ലാമാകുന്ന മതത്തെ നടപ്പാക്കുന്ന നാട് എവിടെ ലോകത്തുണ്ടെങ്കിൽ ആ നാട്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തികളിൽ നിൽക്കുന്നതായ പട്ടാളക്കാർ ഉറങ്ങാതെ പട്ടാളക്കാരായിട്ട് സുഹൂറുകളിൽ അതിർത്തികളിൽ അള്ളാഹിന്റെ മുഖദ്ദസാത്തുകളെയും മുഖദ്ദറതാത്തുകളെയും ഹറമുകളെയും അള്ളാഹുവിന്റെ മതം സ്ഥാപിക്കുന്ന തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കുന്ന രാഷ്ട്രം എവിടെയുണ്ടെങ്കിൽ ആ രാഷ്ട്രങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തിയിൽ നിൽക്കുന്നതായ പട്ടാളക്കാരെ നരകം തീണ്ടുകയില്ല, നരകം തൊടുകയില്ല, നരകം സ്പർശിക്കുകയില്ല, അവർ മുവഹിദീകളാണെങ്കിൽ എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞ ആ ഹദീസിന്റെ വിശദീകരണം മക്ക ഇമാമ് വിശദീകരിച്ച കൂട്ടത്തിലുണ്ട്. യാ ആബിദൽ ഹറമൈനി ലൗ അബ്സർതന എന്ന് പറയുന്ന പദ്യത്തിൽ ഇബ്നു കതീർ പറഞ്ഞതായ ഒരു വ്യക്തിയുണ്ടല്ലോ. ആരാണത്? ഫുദൈൽ ഇബ്നു ഇയാദ്, നമ്മുടെ നേതാവാണ്. അദ്ദേഹത്തിന് പട്ടാളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മറ്റൊരു നേതാവായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് എഴുത്തെഴുതിയത് ഇബ്നു കസീർ തഫ്സീറിലും ഇബ്നു കസീർ താരീഖിലും അപ്രകാരം ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സീർ അലാമുൻ നുബല എന്ന ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോഴും ഇവിടെ എല്ലാം ഉദ്ധരിക്കുന്നതായ പദ്യങ്ങളാണത്. ആരുടെ പദ്യം? യാ ആബിദൽ ഹറമൈനി ലൗ അബ്സർതന ലവജത്ത അന്നക ഫിൽ ഇബാദതി തൽഅബു എന്ന് തുടങ്ങിക്കൊണ്ട് പറയുന്ന വിശാലമായ പദ്യങ്ങൾ, ആ നീണ്ട പദ്യങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ കാണുകയാണെങ്കിൽ ഞങ്ങളിവിടെ പോർക്കളത്തിൽ നെഞ്ചത്തിങ്ങനെ ചോര ഒഴുകുകയാണ്. ഞങ്ങളുടെ മൂക്കിലേക്ക് വരുന്നത് മണൽത്തരികൾ എന്തിലൂടെയാണ്? അത് ഞങ്ങൾ കയറിയിരിക്കുന്ന ആ കുതിരകൾ ഓടുന്നതായ ഓട്ടത്തിലൂടെ ശത്രുക്കളുടെ മുമ്പിൽ കൂടി പോരാടുന്ന സമയത്ത് വരുന്നതായ ആ മണൽപ്പൊടികളാണ്, മണൽത്തരികളാണ് ഞങ്ങളുടെ മൂക്കിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ അവിടെ എങ്ങനെയല്ല സുഖലോലുപനായിട്ട് 5 വക്ത് നിസ്കരിച്ചു കൂടെയല്ലേ ഹറമിൽ മക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദിന് എഴുതിയതായ എഴുത്ത് പഠിപ്പിക്കുന്നതായ ശൈലി പദ്യത്തിൽ അവസാനം പറയുന്നുണ്ട്. وقد جاءنا من كلام نبينا قول صحيح صادق لا يكذب. ഞങ്ങൾക്ക് അല്ലാഹു റസൂലിന്റെ വാക്കിലൂടെ സത്യം മാത്രം പറയുന്നവരായ നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിലൂടെ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ വാക്കാണ്. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് എന്നറിയാമോ? ഷാഫി ഇമാമിന്റെ 1000ഓളം ഉസ്താദന്മാരിൽ ഒരു ഉസ്താദ്. മനസ്സിലായില്ലേ? ഷാഫി ഇമാമിന് മുമ്പുള്ള ആളെന്നർത്ഥം. സാധാരണ മനുഷ്യനല്ല അയാള്. എല്ലാം അള്ളാഹ് അദ്ദേഹത്തിന് ചെയ്ത തൗഫീഖാണ്. എല്ലാം മൂപ്പർക്ക് കൊടുത്തു, ഇൽമു കൊടുത്തു, വിജ്ഞാനം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, രാഷ്ട്രത്തിൽ നേതൃത്വം വഹിക്കാൻ സാധിച്ചു, പട്ടാളക്കാരനായി മാറി, എല്ലാം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹമാണ് ഈ വാക്ക് പറയുന്നത്. നമുക്കും പാഠമാണ്. ലാ യസ്തവി വഗുബാറു ഖൈലില്ലാഹി ഫീ അൻഫി ഇംറിഇൻ വദുഖാനു നാരിൻ തൽഹബൂ. അതെ, ഒരു മനുഷ്യന്റെ മൂക്കിലേക്ക് അള്ളാന്റെ വഴിയിൽ പോരാടിയിട്ട് മണൽത്തരി കയറിക്കഴിഞ്ഞാൽ ആ മൂക്കിലേക്ക് പിന്നെ നരകാഗ്നി തട്ടുക തന്നെ ഇല്ല, അതിന്റെ പുക തട്ടുക തന്നെ ഇല്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസിനെ പദ്യമാക്കിയിട്ട് അദ്ദേഹം മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദിന് എഴുതിയതായ ആ തത്വത്തിന്റെ മറ്റൊരു ശൈലിയാണ് ഞാൻ ഓതിയതായ ഹദീസിൽ മക്ക ഇമാം ഓതിയത്. അല്ലാഹു നാം കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. എങ്ങനെയാണത്? ഹാജിമാരോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നിട്ട് പലരും കേട്ടതുപോലെ നമുക്ക് ലജ്ജ തോന്നും. അതെ, ലജ്ജ തോന്നും, കരച്ചിൽ വരും. ഈമാനുണ്ടെങ്കിൽ എന്ത്, നമ്മുടെ നേതാക്കൾ ചെയ്യുന്നത് കാണുമ്പോൾ നാം ഒന്നും കാട്ടിയിട്ടില്ല, നാം ഒന്നും ചെയ്തിട്ടില്ല. ദീനിന് വേണ്ടി കുറേ കാശുണ്ടാക്കി, കുറേ ടമാറ്റർ വാങ്ങി, ബട്ടാട്ടർ വാങ്ങി, പെണ്ണ് പറയും പോലെ കേട്ടു, ആ കായും അങ്ങോട്ട് ശരിക്കും പരിപൂർണമാക്കി എന്നല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി, മതത്തിന് വേണ്ടി, മതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി അള്ളാഹ് പറഞ്ഞതുപോലെ, റസൂൽ പറഞ്ഞതുപോലെ അള്ളാന്റെ കലിമ ഉയരണം, സംഘടന ഉയരണം എന്നല്ല. സംഘടന ഉയരാൻ വേണ്ടി പലരും ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ സംഘടന അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സംഘടനയെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും.
അപകടത്തിൽപ്പെടും. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സംഘടന ഉണ്ടാകാൻ പാടുള്ളൂ. എന്തെങ്കിലും കാരണത്താൽ അങ്ങും ഇങ്ങും ഇവർക്കൊരു സംഘടന വെറും അഥവാ മദ്രാസുകാർക്കൊന്ന്, കേരളക്കാർക്ക് മറ്റൊന്ന്, കർണാടകക്കാർക്ക് പിന്നൊന്ന് എന്ന രൂപത്തിൽ പ്രവർത്തന ആവശ്യാർത്ഥം അങ്ങനെ കമ്മിറ്റികളൊക്കെ ഉണ്ടാവാമെന്നല്ലാതെ ഒരു ആദർശത്തിൽ ഒരുമിച്ച് ജീവിച്ചു കൂടുന്നവർ അവർ യോജിച്ചു പോകുമ്പോഴാണ് ശക്തിയാവുക. അപ്പോഴാണ് അവരുടെ കെലിമക്ക് പ്രയോജനമുണ്ടാവുക. ഭൂമിയിലും അവിടെയും ഫലമുണ്ടാവണമെങ്കിൽ ഏകീകരിക്കണം. ഐക്യത്തോടെ ഇസ്ലാമിന് വേണ്ടി അള്ളാന്റെ കെലിമത്ത് ഉയർന്നു നിൽക്കണം. അള്ളാന്റെ മതം വിജയിക്കണം. അള്ളാന്റെ ദീൻ സ്ഥാപിക്കപ്പെടണം. അള്ളാന്റെ കെലിമ ഉയരണം. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മത്സരിക്കാൻ, നമുക്ക് പ്രവർത്തിക്കാൻ, നമുക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അതിനനിവാര്യമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദീന ഇമാമേ എന്താ പറയാ, നീണ്ട പ്രസംഗാണ്. العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. അല്ലാഹു നിങ്ങളുമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായ എഗ്രിമെന്റ് ഉണ്ടാക്കി, നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നതിന് എന്താണ് തെളിവ്? ഖുർആനിലുണ്ട്, തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്. ഇവിടെയെല്ലാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തെ ആഹൂതി ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ, കുതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ആരായിരിക്കണം? അത്തായിബൂൻ, തൗബ ചെയ്ത് കഴിഞ്ഞു കൂട്ടുന്നവരായിരിക്കണം. പാശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഈ തൗബ ചെയ്യുന്നവരെന്ന് ഈ പദങ്ങൾ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹു ഉപയോഗിക്കുന്ന പദം സ്ഥിരത അറിയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു അസ്തഗ്ഫിറുല്ലാ ഒരു പ്രാവശ്യം മരിക്കുമ്പോൾ പാടിക്കളയാന്നല്ല മനസ്സിലാക്കേണ്ടത്. അതിന് പ്രയോജനം ഉണ്ടാവില്ല. എപ്പോഴും തെറ്റ് ചെയ്തു പോയാൽ ഹദീസിൽ കാണുന്നു 3 മണിക്കൂർ കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് അല്ലാഹു അലം. 3 മണിക്കൂർ അങ്ങനെ പറയാൻ കാരണം അറബി ഭാഷയിൽ പറയുന്ന മണിക്കൂറാണോ ഇന്നത്തെ മണിക്കൂർ അല്ലാഹു അലം നമ്മൾക്കറിയില്ലല്ലോ. ഏതായാലും 3 മണിക്കൂർ മലക്കളോട് കാത്തു നിൽക്കാൻ ഓർഡർ വരും, എഴുതരുത്. ചില ഹദീസുകളിൽ കൂടുതൽ പറയുന്നുണ്ട്. എന്താ അള്ളാന്റെ വിശാലമായ അനുഗ്രഹം കണ്ടില്ലേ? നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ മലക്കൾക്ക് ഓർഡർ വരാണ്, എഴുതരുത്, കുറച്ച് കാത്തു നിൽക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുന്നു. തൗബ ചെയ്യട്ടെ അടിമാത്. അങ്ങനെ നാം അതിനിടക്ക് തൗബ ചെയ്താൽ എഴുതണ്ടാന്നാണ്, എഴുതരുത് എന്നാണ്. അപ്പോൾ അത്രയും നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകണം, നമ്മെ രക്ഷിക്കണം, നമ്മെ ശിക്ഷിക്കരുത് എന്ന നിർബന്ധമാണ് അള്ളാഹുള്ളത്. നമുക്കാണെങ്കിൽ അതിൽ ചാടണം, അതിൽ ഓടണം, അതിൽ വീഴണം എന്ന നിർബന്ധവും നമുക്ക്. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ നമുക്ക് അത്തായിബൂൻ മദീന ഇമാം ഉണർത്തിയതായ പാശ്ചാത്തപിക്കുന്നവരായി മാറണം, തൗബ ചെയ്യുന്നവരായി മാറണം. അൽ ആബിദൂൻ, ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സ്ഥിരത എപ്പോഴും. അൽ ആബിദൂൻ അൽ ഹാമിദൂൻ, സ്തുതികീർത്തനങ്ങൾ അല്ലാഹുവിന് അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ. അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂന അസ്സായിഹൂൻ. എന്താ സാഹിഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പ് പിടിക്കുന്നവർ മനസ്സിലായില്ലേ? അത് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതുപോലെ അർറാക്കിഊൻ, റുകൂഅ് ചെയ്യുന്നവർ അഥവാ നിസ്കരിക്കുന്നവർ. അസ്സാജിദൂൻ, സുജൂദ് ചെയ്യുന്നവർ. അൽ ആമിറൂൻ, നമ്മൾ ഒഴിവാക്കിയത് ശ്രദ്ധിക്കുക. അൽ ആമിറൂന ബിൽ മഅറൂഫ്, സദുപദേശം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർ. അത് നമ്മൾ ഒഴിവാക്കിയതല്ലേ അല്ലേ? നമുക്ക് മടിയാ. നമ്മൾ ഹോട്ടലിൽ തിന്നാണ്, 5 സ്റ്റാർ ഹോട്ടൽ, അതിൻ്റെ അകത്തുള്ളതായ മത്താമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ്. നിങ്ങൾ വലത് കൊണ്ട് കഴിക്കുകയാണ്, മറ്റാൾ തീറ്റ മുഴുവനും മുമ്പ് ഇടത് കൊണ്ടാണ്. പക്ഷെ മുസ്ലിമാണ് ആള്, ആചാരം കൂടിയാണ്. അപ്പോൾ എങ്ങനെ പറയാ? ഒരു മടി. ഈ മടി എവിടുന്ന വരുന്നത്? വേണ്ടതുപോലെ ഫോഴ്സ് ഇല്ല ഈമാനിന് ഫോഴ്സ് ഉണ്ടെങ്കിലോ യുക്തിയുക്തം പറയണം, എല്ലാവരും കേൾപ്പിച്ച് പറയണമെന്നില്ല. അയാളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞോളി, അയാൾ ശ്രദ്ധിക്കുന്ന മാതിരി പറഞ്ഞോളി. എന്നിട്ട് പതുക്കെ തട്ടിയിട്ട് നിങ്ങൾ വലത് കൊണ്ട് മദീനത്താണെങ്കിൽ കേട്ടാ. ഇവിടെ മദീനത്തും കാണലാണ്. ഇപ്പോൾ ഹോട്ടലൊക്കെ കയറിയ കൈ കൊണ്ട് തീറ്റ മുഴുവൻ ഇടത് കൈ കൊണ്ടാണ്. റസൂലുള്ളാഹി ഇടത് കൈ കൊണ്ട് തിന്നുന്ന ഒരു കപട വിശ്വാസിയാണെന്നാ തോന്നുന്നത്. കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലത് കൈ കൊണ്ട് തിന്ന് സുഹൃത്തേ എന്ന് പറഞ്ഞു. എനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി മറുപടി പറഞ്ഞു സാധിക്കാതിരിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞിട മുതൽ മൂപ്പരുടെ കൈ പൊങ്ങിയിട്ടില്ല എന്നാണ്.
റസൂലുള്ളാഹി സാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് മുതൽ മൂപ്പരുടെ കൈ പിന്നെ പൊങ്ങിയിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഉദാഹരണം പറയാണ് ഞാൻ. അതുപോലെ അൽ ആമിറൂന ബിൽ മഅറൂഫി, നന്മ ഉപദേശിക്കുന്നവര്, വന്നാഹൂന അനിൽ മുൻകരി, തിന്മ വിരോധിക്കുന്നവര്. ഈ നിങ്ങൾ കേട്ടതായ 9 നിബന്ധനകൾ മക്ക ഇമാം 9 എന്ന് തന്നെ പറഞ്ഞു. ഈ 9 നിബന്ധനകൾ അനുസരിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹ് നമ്മളോട് വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗലോകത്തിലേക്ക് നമുക്ക് പറന്നു ചെല്ലാം. അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ولست أرى السعادة جمع مال ولكن التقي هو السعيد فتقوى الله خير الزاد ذخرا وعند الله للأتقى مزيد ولست أرى السعادة جمع مال. ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ കാശ് ഒരുമിച്ച് കൂട്ടുക, കോടോളം ഒരുമിച്ച് കൂട്ടുക, പണക്കാരനാവുക, ഇതാണ് യഥാർത്ഥത്തിൽ വിജയമെന്ന് എനിക്ക് വിശ്വാസമില്ല. വലസ്തു അറ സഅദത, നമ്മുടെ നേതാക്കൾ പാടുകയാണ്. ജംഅ മാലിൻ വലാകിൻ, മദീന ഇമാം പ്രസംഗിക്കാൻ തുടങ്ങിയത് തന്നെ പദ്യമാണല്ലോ. അപ്പോൾ നമുക്കും പാടാൻ പദ്യം. അപ്പോൾ പദ്യത്തിലൂടെ അദ്ദേഹം തഖ്വ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുക. തഖ്വ പദ്യത്തിലൂടെ വലസ്തു അറ സഅദത ജംഅ മാലിൻ വലാകിൻ അത്തഖിയ ഹുവ സഈദു. സമ്പത്ത് ഒരുമിച്ച് കൂട്ടലല്ല, മറിച്ച് യഥാർത്ഥത്തിൽ വിജയം എന്തിലൂടെയാണ്? തഖ്വയിലൂടെ മാത്രമാണ്. അള്ളാഹനെ എത്ര കണ്ട് നീ വിജയിച്ചു, അത്ര കണ്ട് നിനക്ക് പറക്കും പോലെ തോന്നും. നീ എവിടെയോ ഇപ്പോൾ സ്വർഗം കിട്ടിയാൽ തിരക്കില്ല, ഇപ്പോൾ മരിച്ചാൽ തിരക്കില്ല എന്നൊക്കെ തോന്നിപ്പോകും. നിങ്ങൾ അള്ളാഹിലേക്ക് അടുക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ഹൃദയം ക്ലിയറാണ്. തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, ആക്രമിക്കലില്ല, അനീതിയില്ല, എല്ലാവരും നല്ല രൂപത്തിൽ വീക്ഷിക്കുക. അപ്പോൾ ഏത് സമയത്തും അള്ളാഹു നല്ല നല്ല ചിന്തകൾ ഇട്ട് തരും, നല്ല ചെയ്യാൻ തൗഫീഖ് നൽകും. അള്ളാഹു ആയിരത്തിൽ നമ്മെ പെടുത്തട്ടെ. ഭാഗ്യം വേണം. മനസ്സിലായില്ലേ? മദീനത്താണ്, ശ്രദ്ധിക്കുക. മുഹറമായ മാസത്തിലാണ് നാം. തെറ്റ് ചെയ്താൽ അപകടത്തിൽ പെട്ടുപോകും. റജബ് മാസത്തിൽ തെറ്റ് ചെയ്താൽ അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കുക, സൂക്ഷിച്ച് ജീവിക്കുക. ഇതുവരെ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിന്നിട്ട് സ്വീകരിക്കട്ടെ. സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ നമ്മെ അള്ളാഹു ഉൾക്കൊള്ളിക്കട്ടെ. ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന് എ മുതൽ സെറ്റ് വരെ ജീവിതത്തിൽ, വിശ്വാസത്തിൽ, ആചാരത്തിൽ, വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങളിലെല്ലാം നടപ്പാക്കേണ്ടതുപോലെ നടപ്പാക്കി അള്ളാഹിന്റെ പ്രീതികരമാക്കുവാൻ, പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സിറിയക്കാർക്ക്, ഇറാഖികൾക്ക്, യമനികൾക്ക്, ലിബിയക്കാർക്ക്, ട്യൂണീഷ്യക്കാർക്ക്, ഈജിപ്തുകാർക്ക്, ഇന്ത്യക്കാർക്ക്, കേരളക്കാർക്ക്, മുസ്ലിം ലോകത്തിന് ആ സകലം അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ രക്ഷിതാവേ എന്ന് ആത്മാർത്ഥമായി ഓരോരുത്തരും മുസ്ലിം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. മല്ലം യഹ്തമ ബി അംറിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിങ്ങളുടെ പ്രശ്നം സ്വയം പ്രശ്നമായി കാണാത്തവൻ മുസ്ലിങ്ങളാണെന്ന് പറയാൻ പറ്റുകയില്ല. നീ മുസ്ലിമാണെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രശ്നം നിന്റെ പ്രശ്നമായി നീ കാണണം എന്നതുകൂടി ഉണർത്തിയും കൊണ്ട് എൻ്റെ വിഷയം സമാപിക്കുന്നു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅറാദ ബിലാദൽ ഹറമൈൻ വഅറാദ ഖാദത ബിലാദൽ ഹറമൈൻ സൂഅൻ اللهم فأشغله في نفسي وجعل تدبيره تدميرا وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.